ഈ പേപ്പർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്വകാര്യ ബസ്സുകൾ അധിക നികുതി തമിഴ്നാടിനെ ഹൈക്കോടതി വിമർശിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, സ്വകാര്യ ബസ്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെ ഓടുന്ന അന്തർ സംസ്ഥാന ലൈസൻസുകളുള്ള ബസ്സുകളാണ്. ഇവയ്ക്ക് തമിഴ്നാട് സർക്കാർ പ്രത്യേകമായ നികുതി ഏർപ്പെടുത്തുന്നു. ഇതിനെതിരെയാണ് ഇന്ന് ജന്മഭൂമിയിൽ വാർത്തയുള്ളത്. അവർക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകമായ നികുതി ഏർപ്പെടുത്തുന്ന സ്വഭാവമില്ല. പക്ഷേ വലിയ വരുമാനം പ്രതീക്ഷിച്ചാണ് സ്വകാര്യ ബസ്സുകളിൽ നിന്നും തമിഴ്നാട് ഇക്കാര്യത്തിൽ അധിക നികുതി പിടിച്ചു വാങ്ങുന്നത്. ഇതിനെതിരെ നൽകിയ പരാതി പരിഗണിച്ചാണ് ഹൈക്കോടതി തമിഴ്നാടിനെ ശക്തമായി വിമർശിച്ചിട്ടുള്ളത്. ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് പ്രത്യേക നികുതി ഇവരിൽ നിന്നും ഈടാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഈ വാർത്തയിലെ പരാമർശം. ഫിലോഫിലിയ കുട്ടികൾക്ക് സൗജന്യമായി എമിസുമാബ് എന്നുള്ള മരുന്ന് നൽകുന്നു. ഈ മരുന്ന് എത്തിയത് വലിയ ആശ്വാസമാണ്. കേരളത്തിലെ സംബന്ധിച്ച് വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലം. ആ കാലത്ത് ഹീമോഫീലിയ കുട്ടികൾക്ക് സൗജന്യമായി മരുന്ന് നൽകാനുള്ള സർക്കാരിൻ്റെ തീരുമാനം നിരവധി കുട്ടികൾക്ക് ആശ്വാസമാണ് എന്നുള്ളതാണ് ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. നീതി ആയോഗ് യോഗം ഇന്ന് ഇന്ത്യ സഖ്യം 2 തട്ടിൽ പങ്കെടുക്കുമെന്ന് മമത. ജന്മഭൂമിയിലെ വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ്. നീതി ആയോഗ് എന്നുള്ള സംവിധാനം നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ നിലവിൽ വന്ന ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം വന്നിട്ടുള്ളത്. നീതി ആയോഗ് എന്നുള്ളത് പഞ്ചവത്സര പദ്ധതിക്ക് പകരമായി സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ്. പക്ഷേ ഈ നീതി ആയോഗ് യോഗത്തിൽ രാഷ്ട്രീയത്തിൻ്റെ എതിർപ്പ് മൂലം കേരളവും തമിഴ്നാടും അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രത്യേകിച്ചും BJP വിരുദ്ധ സംസ്ഥാന സർക്കാരുകൾ ഒന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നഷ്ടം സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. ഈ യോഗത്തിലാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിക്കേണ്ട പ്രത്യേക പദ്ധതികൾ ഏതെല്ലാമാകണം, ഈ വർഷം നടപ്പാക്കേണ്ട പ്രധാന പദ്ധതികൾ എന്തെല്ലാം ഒക്കെ ആലോചിക്കുന്ന വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ കേരളം, അതേപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾ പങ്കെടുക്കുന്നില്ല. പക്ഷേ മമത പങ്കെടുക്കുകയും ചെയ്യുന്നു. അതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. മറ്റൊന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വാർത്തയെ സംബന്ധിച്ചാണ് വന്നിട്ടുള്ളത്. അത് പ്രധാനമായും പറയുന്നത്, ആ വാർത്തയിൽ മാതൃഭൂമിയിലാണ് ആ വാർത്ത പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. മാതൃഭൂമിയുടെ 1-ാം പേജിൽ തന്നെ ആ വാർത്ത സുവർണമാകട്ടെ ത്രിവർണം എന്നുള്ള നിലയിലാണ് ഒളിമ്പിക്സിനെ സംബന്ധിച്ച വാർത്ത ഇന്ന് മനോരമയിൽ വന്നിട്ടുള്ളത്. സുവർണമാകട്ടെ ത്രിവർണം, അതായത് ഇന്ത്യക്ക് പരമാവധി മെഡലുകൾ ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ലഭിക്കട്ടെ. ഇന്ത്യ ഏതെല്ലാം ഇനത്തിൽ മത്സരിക്കുന്നു, ഇന്ത്യ പ്രതീക്ഷ വെക്കുന്ന താരങ്ങൾ ആരെല്ലാം, ഏതെല്ലാം മത്സരങ്ങളിലാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതീക്ഷ പുലർത്തുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. അടുത്തത് സെൻസെക്സിൻ്റെ വ്യത്യാസങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. സെൻസെക്സിൽ വരുന്ന വ്യതിയാനം ഓരോ സാമ്പത്തിക ദിനത്തിലും അത് വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസങ്ങളിലും അതിൻ്റെ തലേ ദിവസങ്ങളിലും ഒക്കെ തന്നെ സെൻസെക്സിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സെൻസെക്സിനെ സംബന്ധിച്ച വാർത്ത മാതൃഭൂമിയിൽ. ഗതാഗത നിയമലംഘനം പിഴ അടയ്ക്കാൻ പുതിയ സംവിധാനങ്ങൾ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. മനോരമയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത. അതായത് ഗതാഗത നിയമലംഘനം നമ്മൾക്ക് പിഴ ലഭിച്ചാൽ 90 ദിവസം വരെ പിഴ അടയ്ക്കാനുള്ള സൗകര്യം ലഭിക്കും. സാധാരണ മൊബൈൽ ഫോണിലാണ് ഇത്തരത്തിൽ അമിത വേഗം അല്ലെങ്കിൽ ബെൽറ്റ് ഇടാതെയുള്ള യാത്ര, ഇതൊക്കെ തന്നെ ക്യാമറയിൽ പതിഞ്ഞ ശേഷം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് തന്നെ ഇത്തരം പിഴ അടയ്ക്കുന്നതിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പിഴ അടയ്ക്കുന്നതിനെ സംബന്ധിച്ച സന്ദേശങ്ങൾ വരാറുണ്ട്. ഇത് എന്ന് വരെ അടയ്ക്കാം എന്നുള്ളത് വലിയ സംശയമാണ്. 90 ദിവസത്തിനകം അടച്ചാൽ മതിയാകും എന്നുള്ളതാണ് ഈ വാർത്ത.